ലോഹിതദാസ് ഗംഭീരമായ സിനിമകളിലൂടെ തനിയാവർത്തനങ്ങളില്ലാതെ സ്വന്തം സ്ഥാനമുറപ്പിച്ച സംവിധായകൻ. മലയാള സിനിമയ്ക്ക് എന്നും ഓർത്തിരിക്കാൻ ഒരുപിടി നല്ല സിനിമകൾ സമ്മാനിച്ച, പ്രേക്ഷകരുടെ ശിരസിൽ ആസ്വാദനത്തിൻ്റെ കിരീടവും കൈകളിൽ പുതുപുത്തൻ ദൃശ്യാനുഭവങ്ങളുടെ ചെങ്കോലും ചാർത്തിക്കൊടുത്ത മലയാളത്തിൻ്റെ സ്വന്തം സംവിധായകൻ. തൻ്റെ സിനിമാ ജീവിതത്തിൽ വളരെ നാച്ചുറലായിട്ടുള്ള തിരക്കഥകളിലൂടെ ഇദ്ദേഹം 2 ദശകത്തിലേറെക്കാലം മലയാള ചലച്ചിത്ര വേദികളെ ധന്യമാക്കി. പത്മരാജനും MTക്കും ശേഷം മലയാള ചലച്ചിത്രത്തിന് ശക്തമായ പ്രമേയങ്ങൾ സംഭാവന ചെയ്ത എഴുത്തുകാരൻ കൂടിയാണ് ലോഹിതദാസ്. ചെറുകഥകൾ എഴുതിക്കൊണ്ടാണ് എഴുത്തിൻ്റെ ലോകത്തേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. 1986 നാടകരചന ആരംഭിച്ച അദ്ദേഹം KPSCക്ക് വേണ്ടി സിന്ധു ശാന്തമായി ഒഴുകുന്നു എന്നൊരു നാടകം എഴുതിയിരുന്നു. ഈ നാടകത്തിന് ആ വർഷത്തെ സംസ്ഥാന പുരസ്കാരവും ലഭിച്ചതാണ്. 1987 നടൻ തിലകനായിരുന്നു ലോഹിതദാസിനെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. CB മലയിൽ സംവിധാനം ചെയ്ത തനിയാവർത്തനമായിരുന്നു ആദ്യ ചിത്രം. പാരമ്പര്യമായി കിട്ടിയ ചിത്തഭ്രമത്തിൻ്റെ ഉള്ളൊഴുക്കിൽ ഉഴലുന്ന ബാലൻ മാഷിനെ മലയാളത്തിന് സമ്മാനിച്ചത് ലോഹിതദാസാണ്. ഈ കഥാപാത്രത്തിന് ദേശീയ പുരസ്കാരം കിട്ടിയില്ലെങ്കിൽ നാളിതുവരെ താൻ നേടിയ പുരസ്കാരങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകും എന്ന് കമൽഹാസൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. വളരെയധികം വൈകാരികമായൊരു കഥാപാത്രമായിരുന്നു തനിയാവർത്തനത്തിലെ ബാലൻ മാഷ്. മനുഷ്യ മനസ്സിൻ്റെ വൈകാരിക തലങ്ങളുടെ ആഴപ്പരപ്പിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ ലോഹിതദാസിൻ്റെ തിരക്കഥകൾക്ക് അത്രമേൽ ശക്തി ഉണ്ടായിരുന്നു. കിരീടത്തിലെ സേതുമാധവൻ്റെ ജീവിതം കണ്ട് മലയാളി മനസ്സുകൾ അങ്ങേയറ്റം അസ്വസ്ഥമായതിൻ്റെ പ്രധാന കാരണം അതുതന്നെയാണ്. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായനായി നിൽക്കുന്ന സേതുമാധവൻ എക്കാലത്തും ഒരു വേദന തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ ഓരോന്നും മലയാള സിനിമയ്ക്ക് ഓരോ പുതിയ അനുഭവങ്ങളായിരുന്നു. CB മലയിൽ ലോഹിതദാസ് കൂട്ടുകെട്ടിൽ ഒരുപാട് നല്ല സിനിമകൾ മലയാളത്തിൽ സംഭവിച്ചു. 1997 ഭൂതക്കണ്ണാടി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധാന രംഗത്ത് കടന്നു വരുന്നത്. സംവിധായകനായ ആദ്യ സിനിമയ്ക്ക് തന്നെ ഒരു ദേശീയ പുരസ്കാരവും 2 സംസ്ഥാന പുരസ്കാരങ്ങളും അദ്ദേഹം കരസ്ഥമാക്കി. പിന്നീട് കാരുണ്യം, കന്മദം, അരയന്നങ്ങളുടെ വീട്, ജോക്കർ, സൂത്രധാരൻ, കസ്തൂരിമാൻ, ചക്രം എന്നിങ്ങനെ ഒരു പിടി നല്ല സിനിമകൾ സംവിധാനം ചെയ്തു. നിവേദ്യമാണ് അവസാനമായി സംവിധാനം ചെയ്ത ചിത്രം. ഈ ചിത്രത്തിലെ കോലക്കുഴൽ വിളികേട്ടോ എന്ന പാട്ട് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകില്ല. 2007 അങ്ങേയറ്റം ജനപ്രീതി നേടിയ ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത് ലോഹിതദാസാണ്. 24 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന തൻ്റെ സിനിമാ ജീവിതത്തിൽ 35 സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതുകയും 12ഓളം സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതകഥയെ ആസ്പദമാക്കി M. ശബരീഷിൻ്റെ രചനയിൽ നിഴലുകൾ ഇണചേർന്ന നാട്ടുവഴികൾ എന്ന പുസ്തകവും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ലോഹിതദാസിൻ്റെ അകാല നിര്യാണം കാരണം അദ്ദേഹത്തിൻ്റെ 2 ചലച്ചിത്രങ്ങൾ പൂർത്തിയാകാതെ പോയി. ലോഹിതദാസ് തന്നെ സംവിധാനം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ചെമ്പട്ട്, CB മലയിൽ ലോഹിതദാസ് മോഹൻലാൽ കൂട്ടുകെട്ടിന് വഴിവെക്കുമായിരുന്ന ഭീഷ്മർ എന്നീ ചിത്രങ്ങളാണ് പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നത്. അതുല്യനായ തങ്ങളുടെ പ്രിയപ്പെട്ട സംവിധായകനെ ഓർത്ത് വിതുമ്പുന്ന പ്രേക്ഷകരുടെ മനസ്സിലെ കണ്ണീർ പൂവിൻ്റെ കവിളിലൊരു തലോടലായി ലോഹിതദാസ് എന്ന മഹാപ്രതിഭയുടെ കലാസൃഷ്ടികൾ എക്കാലത്തും നിലനിൽക്കും.